റോണി സാർ അത് കേട്ടല്ലോ അല്ലേ? ആ അലർച്ച, അതാണ് ഞാനും ചോദിച്ചത്. ആ പൊട്ടിക്കരച്ചിൽ, ആ രോദനം, ഗാസ ഗാസ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ആ ന്യൂനപക്ഷമല്ല ഈ ന്യൂനപക്ഷം എന്നുള്ളത് കൊണ്ടാണോ? അല്ല നമുക്ക് ഏതൊക്കെയാലും ഈ പാർലമെന്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പാർലമെന്റിന്റെ 2 ദിവസത്തെ സമ്മേളനവും നമുക്കറിയാം. അദാനി മണിപ്പൂർ വിഷയത്തിൽ ഉള്ള ബഹളമയം കാരണം പാർലമെന്റിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെയാലും നമുക്ക് ഇന്ത്യ അതിനകത്ത് ഏറ്റവും പ്രൈമറി ഉത്തരവാദിത്വം ആർക്കാണ്? ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെക്കാൾ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ക്രിയാത്മകമായി ചെയ്യാൻ പ്രതിപക്ഷത്തിന് റോൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. കാരണം അതിന്റെ ഔദ്യോഗികമായി അതിനകത്ത് ഇടപെടുവാനും അത് ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ 100% പിന്തുണ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിഷയം അത് ജനങ്ങളുടെ, കാരണം ഞാൻ ഇത് കൃത്യമായി ഈ പറയാൻ ആഗ്രഹിക്കുക, ഒരിക്കലും ജാതിയുടെ മതത്തിന്റെയോ ഒരു വേദിയിൽ നിന്നുകൊണ്ട് അതിനെ പരസ്പരം ഭിന്നിപ്പിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. അവിടെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ മതന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, അങ്ങനെയാണ് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ച നമ്മുടെ നയങ്ങൾ എന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നിലപാടും എല്ലാം അത് തന്നെയാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻദാസ് സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു 74 യുദ്ധത്തിൽ നമുക്ക് വേണമെങ്കിൽ കറാച്ചി വരെ പോയി നമുക്ക് വേണമെങ്കിൽ കാശ്മീരി പിടിച്ചെടുക്കാമായിരുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം സിംല കരാർ എന്തായിരുന്നു എന്നുള്ളത്. സിംല കരാറിൽ അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നമ്മൾ ചർച്ച നടത്തി. ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും കാശ്മീരിൽ പാകിസ്ഥാൻ ഇനി തർക്കം ഉന്നയിക്കില്ല തുടങ്ങിയ മുഴുവൻ ആവശ്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചതാണ്, ഒപ്പിട്ടിട്ട് പോയതാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് പുറത്തുവിടുവാൻ, ഈ കരാറിലെ വിശദാംശങ്ങൾ പുറത്തുവിടുവാൻ കുറച്ച് സമയം തരണം. കാരണം ഞാൻ ഇതുമായി തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്റെ ജീവനത്തിന് ഭീഷണിയുണ്ട്. പക്ഷെ എന്താ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം പാകിസ്ഥാനിൽ തിരിച്ചെത്തി, അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ സുൽഫിക്കർ അലി ഭൂട്ടോയെ പാകിസ്ഥാനിൽ തൂക്കിക്കൊന്നു. നമുക്കറിയാം. അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും സൗകര്യപൂർവ്വം അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഒരിക്കലും നമ്മൾ എന്ത് റിസ്ക് എടുത്താണ് നമ്മൾ ബംഗ്ലാദേശിൽ ഇടപെട്ടത് എന്നുപോലും നമുക്ക് ചരിത്രം അറിയുന്നവർക്കറിയാം. അമേരിക്കൻ നേതൃത്വത്തിലുള്ള 7ാം കപ്പൽപ്പട ഇന്ത്യ ആക്രമിക്കാൻ പോലും വരുമ്പോൾ ഇതിനെപ്പോഴും അതിശക്തമായി ചെറുത്ത് നിന്നുകൊണ്ട് നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ഇന്ന് ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വിഷയത്തിന് ഞാൻ കൃത്യമായി പറയും, ദേശീയ താല്പര്യമുള്ള വിഷയം, നാഷണൽ ഇൻട്രസ്റ്റ്, ഇൻ ദ മാറ്റർ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയം കളിക്കരുത്. അതിലെ കോൺഗ്രസ് എന്നോ. പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ ചോദിച്ചത് അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കമന്റ് വായിക്കാം. ഗോപകുമാർ രവീന്ദ്രൻ, ഹമാസിന് വേണ്ടി നിങ്ങൾ 2 കൂട്ടരുമല്ലേ ഇവിടെ മെഴുകുതിരി കത്തിച്ചത്, ഇപ്പോൾ എന്തേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് ഇല്ല? പാർലമെന്റ് അങ്ങ് വിടൂ. ഗാസ എന്ന് പറഞ്ഞ് തെരുവിലൊടുക്കിയ കണ്ണീരും റാലികളും തന്നെയാണ് ഞാനും പറഞ്ഞത്. റോണി സർ, ഈ ഗാസയിലും ഇസ്രായേലിലും ഒക്കെ ഇന്ത്യ ഗവൺമെന്റിന് ഇടപെടുവാനുള്ള പരിമിതികളുണ്ട്. പക്ഷെ അതുപോലെയല്ല ബംഗ്ലാദേശില് ഗവൺമെന്റ് ഭാരത സർക്കാരിന്റെ ഇടപെടൽ അവിടെ നിൽക്കട്ടെ. റോണി സാർ, ഞാൻ ചോദിച്ചത് ഈ ഐക്യദാർഢ്യ പ്രകടനം, മെഴുകുതിരി റാലി ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് പ്രസ്താവനകൾക്കപ്പുറം. നമുക്ക് വിഷയം ഡെവലപ്പ് ചെയ്ത് വരുന്നു, നമുക്ക് കാത്തിരുന്ന് കാണാൻ സമയമുണ്ടല്ലോ. നമുക്ക് എടുത്തു ചാടി ഇതിനകത്തൊരു റെസ്പോൺസ് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞാൽ പാർലമെന്റിൽ എന്താണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് അറിയട്ടെ. പാർലമെന്റിലെ ചർച്ചയ്ക്ക് ശേഷമായിരുന്നോ പലസ്തീൻ കാര്യത്തിലെ പ്രകടനങ്ങൾ? അല്ല, കാരണം നമുക്കറിയാം ഭാരത സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷമായിരുന്നു അക്കാര്യത്തിലുള്ള പ്രതികരണം. അല്ലെ, കാരണം ഇസ്രായേൽ പാലസ്തീൻ വിഷയം പോലെ അല്ല ഈ ബംഗ്ലാദേശ് വിഷയം. കാരണം ഇത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ, കാരണം ഇന്ത്യയിൽ നിന്നുള്ള രക്തബന്ധമുള്ള ആളുകൾ, ഒരുപാട് വൈകാരികമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു വിഷയമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ അവിടെ ക്രിയാത്മക അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റിന് ചെയ്യാനുള്ള നോക്കണമല്ലോ. എങ്ങനെയാണ് ഗവൺമെന്റ് കാരണം ഇതിനൊക്കെ എന്ന് പറയുന്നത് മോദി സർക്കാരിനാണ്. പക്ഷെ ഇപ്പോഴും മോദി സർക്കാർ ചില പ്രസ്താവനകൾ മാത്രമേ നിൽക്കുക.